എങ്ങനെ നമുക്ക് സിമ്പിൾ മന്തി ഉണ്ടാക്കാൻ നോക്കിയാലോ? ആദ്യം തന്നെ ഞാനിവിടെ സബോളയാണ്, അത് മീഡിയം സൈസ് 2 സബോളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് തക്കാളിയാണ്. കുറച്ച് ഗ്രേവി ടൈപ്പ് ഉണ്ടാക്കണ കാരണമാണ് ഞാൻ തക്കാളി സബോളയൊക്കെ ആഡ് ആക്കണത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മല്ലിയിലയും പുതിനയും ഒരു പിടി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഗ്രേവിയാണ് ഉണ്ടാക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ട്രൈ ആക്കാം, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനിവിടെ മാഗി ക്യൂബ് ഒരു 4 എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ഒരു 4-5 ഏലക്കായ ആഡാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ പെരുംജീരകം, നല്ല ജീരകം, പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാനിതൊന്ന് അടിച്ചെടുക്കാൻ പോയതാണ്, പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇത് ഫ്രിഡ്ജിൽ ഇരുന്നുള്ള കാരണമാണ് കുറച്ച് കട്ടായിക്കണത്. നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് ചിക്കനേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നിങ്ങളെ ക്വാണ്ടിറ്റി വൈസ് ആട്ടോ, ഞാനിപ്പോൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ചിക്കൻ ആദ്യം തന്നെ കുറച്ച് കുത്തി കൊടുക്കുക കത്തി കൊണ്ട്, എന്നാലും നമുക്ക് മസാലയ്ക്ക് ഉള്ളിലേക്ക് നന്നായിട്ട് ആവുള്ളൂ. പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കം വേണ്ട. ക്യാപ്സിക്കം ഞാനൊരു ചെറുതായിട്ട് അരിഞ്ഞതാണുള്ളത്. ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം സിമ്പിളായിട്ടൊരു മന്തി ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ആക്കി നോക്കുക, ഒരു വെറൈറ്റി ടേസ്റ്റാണിത്. അതിലെ പുതിന ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ആ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് ഒഴിക്കുന്നുണ്ട്, കാരണം അതിൽ നന്നായി മസാല ഉള്ള കാരണമാണ് അങ്ങനെ ചെയ്തത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എരിവ് അധികം ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ വീണ്ടും മുളക് പൊടി ഇടുന്നുണ്ട്. ഇത് നോർമലാട്ടോ. പിന്നെ കുരുമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാനാണ് കുറച്ചുകൂടി നല്ലത് വന്നിട്ട്. പിന്നെ എനിക്ക് വീണ്ടും ഞാൻ എരിവ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് അത്യാവശ്യം ഓയിൽ ഒഴിക്കണം കേട്ടോ അതിക്ക്. പിന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് ഒക്കെ വെക്കാം. അത് ഞാനൊരു 10 മിനിറ്റ് ഒക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ഗ്രേവിയൊക്കെയാണ് വരും കേട്ടോ. ഇതാണ് നമ്മൾ ചോറിക്ക് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഞാൻ ആദ്യം ആ ഗ്രേവി നമുക്ക് ദമ്മിട്ടതിന് ശേഷം ആ ഗ്രേവി വെച്ചിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട്, അത് നല്ല കളറിന് വേണ്ടിയിട്ട്. പിന്നെ എല്ലാവരും ചെയ്യണ പോലെ തന്നെ മന്തിയിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മൂടി വെച്ചു. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ